രണ്ടാം ട്രാക്കിൽ നടുഭാഗം വരുന്നു. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിനൊപ്പം സഞ്ചരിക്കുന്ന വള്ളമാണ് നടുഭാഗം. 1952 ഈ നെഹ്റു ട്രോഫിക്ക് കാരണക്കാരനായ വള്ളമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റുജി ചാടിക്കയറിയത് വഴിയാണ് നടുഭാഗത്തിന് നെഹ്റു ട്രോഫിക്ക് കാരണഭൂതനാവാൻ എന്താ പറയാ അവസരം ഒരുങ്ങിയത്. സോ രണ്ടാം ട്രാക്കിൽ നടുഭാഗം ഛത്രപതി വള്ളങ്ങളിലെ ചുണ്ടൻ വള്ളങ്ങളിലെ ഛത്രപതി എന്ന പേരിൽ അറിയപ്പെടുന്ന നടുഭാഗം അത് തുഴയുന്നത് ലോക്കൽ ലാഡ്സ് PBC പുന്നമടയും നടുഭാഗം ചുണ്ടൻ ഫാൻസ് ക്ലബും ഒരുമിച്ച് ചേർന്നിട്ടാണ് നടുഭാഗം തുഴയുന്നത്. ഏറ്റവും ഒടുവിൽ 2019 പള്ളാത്തുരുത്തിക്കൊപ്പമാണ് നടുഭാഗം ഇതിനു മുമ്പ് അവസാനമായി പുന്നമടയിലെ മൂന്നാം ട്രാക്കിൽ പായിപ്പാടൻ 2 വള്ളത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ജൂനിയർ ടീം B ടീമാണ് വരുന്നത്. 2018 പള്ളാത്തുരുത്തി നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ് പായിപ്പാടൻ. പായും പുലി എന്ന വിളിപ്പേരുണ്ട്. പക്ഷേ 4ാം ട്രാക്കിലാണ് യഥാർത്ഥത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ 1ാം നമ്പർ ടീം വരുന്നത്. 4ാം ട്രാക്കിൽ മേൽപ്പാടം ചുണ്ടനിൽ പള്ളാത്തുരുത്തി വരുന്നു. തുടർച്ചയായി 5 വട്ടം NTBR ട്രോഫി കരസ്ഥമാക്കിയ 2018 മുതൽ 2024 വരെ 5 വർഷം നെഹ്റു ട്രോഫി കൊണ്ടുപോയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 4ാം ട്രാക്കിൽ മേൽപ്പാടത്തിൽ വരുമ്പോൾ 3ാം ഹിറ്റ്സിൽ എന്തും സംഭവിക്കാം. നടുഭാഗം പായിപ്പാടൻ മേൽപ്പാടം PBC പുന്നമട NCFC ബോട്ട് ക്ലബ് പള്ളാത്തുരുത്തി B and പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് A team. What a race it is going to be. Over to Sajidi Haripad. Thank you ശ്രീ ഷൈജു ദാമോദരൻ. ചുണ്ടൻ വള്ളങ്ങളുടെ 3ാം ഹിറ്റ്സിൽ 1ാം ട്രാക്കിൽ വള്ളമില്ല. 2ാം ട്രാക്കിൽ നടുഭാഗം പള്ളാത്തുരുത്തി PBC പുന്നമട NCFC ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നടുഭാഗം ചുണ്ടൻ ഫാൻസ് ക്ലബും പുന്നമട ബോട്ട് ക്ലബും തുഴയുന്ന നടുഭാഗം ചുണ്ടൻ. അനു ആൽബർട്ട് പുലിക്കാട്ടിൽ, അന്ന റോസ് ജിൻഡോ എന്നിവർ ക്യാപ്റ്റന്മാരായിട്ടുള്ള 2 വനിതകള് ഈ മത്സരത്തിൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് എത്തിയിരിക്കുന്ന 2 വനിതകള്. ഈ മത്സരത്തിൽ 72ാമത് നെഹ്റു ട്രോഫിയിൽ 2 വനിതകള് ക്യാപ്റ്റന്മാരായിട്ടുള്ളത് പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗത്തിലാണ്. അനു ആൽബർട്ട് പുലിക്കാട്ടിലും അന്ന റോസ് ചിൻഡോ ജോഷി കവാലമെന്ന പരിചയസമ്പന്നനായ ലീഡിംഗ് ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ ആ 2 വനിതാ ക്യാപ്റ്റന്മാരുടെയും ഫോട്ടോ അമരത്തു പതിപ്പിച്ചിട്ടുള്ളതായി കാണുന്നുണ്ട്. അതെ, പുന്നമട ബോട്ട് ക്ലബ്ബ് വനിതകളെ ക്യാപ്റ്റന്മാരാക്കിക്കൊണ്ട് തന്നിരിക്കുന്നു. സ്റ്റേജിന്റെ മുൻവശത്ത് നിൽക്കുന്ന ജലോത്സവ പ്രേമികൾ എത്രയും വേഗം ആ ഭാഗത്ത് നിന്ന് മാറണം. വിശിഷ്ടാതിഥികള്, ടൈറ്റിൽ സ്പോൺസർ, നമ്മുടെ ഈ ജലമേളയുടെ ടൈറ്റിൽ സ്പോൺസറായ ടാറ്റ മോട്ടോഴ്സിന്റെ സ്റ്റേറ്റ് ഹെഡ് ഉൾപ്പെടെയുള്ളവര് വേദിയിൽ ഇരിക്കുമ്പോൾ അവർക്ക് കാഴ്ച മറച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലാ ജലോത്സവ പ്രേമികളും എത്രയും വേഗം സൈഡ് വശങ്ങളിലേക്ക് മാറിപ്പോവേണ്ടതാണെന്ന് അഭ്യർത്ഥിക്കുന്നു. 2ാം ട്രാക്കിൽ നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ്ബ്, 3ാം ട്രാക്കിൽ പായിപ്പാടൻ നമ്പർ 2 പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കുപ്പപ്പുറം, 4ാം ട്രാക്കിൽ മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. 5 തവണ നെഹ്റു ട്രോഫി തുടർച്ചയായി കരസ്ഥമാക്കിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ മേൽപ്പാടം സോളി വർഗീസ്, ജോഷുവ ചാണ്ടി, നബീഷ് കുമാർ എന്നിവര് ക്യാപ്റ്റന്മാരെങ്കിൽ മനോജ് പത്തുതങ്ങുങ്കല് ലീഡിംഗ് ക്യാപ്റ്റൻ ആയിട്ടുള്ള മേൽപ്പാടം. ഇങ്ങനെ നടുഭാഗവും പായിപ്പാടൻ നമ്പർ 2 മേൽപ്പാടവും. നമുക്കറിയാം, പണ്ഡിറ്റ്ജിയുടെ പാദസ്പർശമേറ്റ വള്ളമാണ് പഴയ നടുഭാഗമെങ്കിൽ പണ്ഡിറ്റ്ജിയുടെ ഓർമ്മകൾ പേറുന്ന വള്ളമാണ് നടുഭാഗം. 1952 ഡിസംബർ മാസം 22-ന് പണ്ഡിറ്റ്ജി ഈ ആലപ്പുഴയിൽ വന്നപ്പോൾ സംഘടിപ്പിച്ച ജലമേളയിൽ
രണ്ടാം ട്രാക്കിലെ നടുഭാഗവും ഒപ്പത്തിനൊപ്പമുള്ള മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു വരുന്നു. എന്തൊരു കാഴ്ചയാണിത്! പങ്കായങ്ങൾ കറങ്ങുന്ന കണ്ടില്ലേ? ആകാശത്ത് കാർമേഘങ്ങൾ വരുമ്പോൾ അതിനെ സാക്ഷി നിർത്തി രണ്ടാം ട്രാക്കിലെ നടുഭാഗവും നാലാം ട്രാക്കിലെ മേൽപ്പാടവും പുന്നമടവട്ടവും പള്ളാത്തുരുത്തി വട്ടവും PBCയും തമ്മിൽ അതെ പുന്നമടവട്ടപ്പ് പള്ളാത്തുരുത്തി വട്ടപ്പ് അമ്പമ്പോ കോടി കോടി പുരുഷാന്തരങ്ങൾ മുത്തുചൂടിച്ച സംസ്കാര ചക്രവാളങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നാലിലെ മേൽപ്പാടം അതെ പള്ളാത്തുരുത്തി വട്ടപ്പിന്റെ മേൽപ്പാടം ഇല്ല, പുന്നമടയുടെ നടുഭാഗം അല്ല, നാലാം ട്രാക്കിലെ മേൽപ്പാടം തന്നെ പള്ളാത്തുരുത്തിയുടെ മനോജ് പത്തുകണ്ണിന്റെ കരുത്തിൽ കടന്നു വരുമ്പോൾ പുന്നമടയും ഒപ്പത്തിനൊപ്പം മേൽപ്പാടം 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 നടുഭാഗം മേൽപ്പാടം. ജലോത്സവ പ്രേമികളെ മുൾമുനയിൽ നിർത്തിയ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച ഉജ്ജ്വലമായ മത്സരത്തിൽ നടുഭാഗവും മേൽപ്പാടവും ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയപ്പോൾ മൂന്നാം ട്രാക്കിലെ പായിപ്പാടൻ അങ്ങനെ ആടി പാടി അയ്യടാ വയ്യടാ 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 എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന കാഴ്ച കണ്ടില്ലേ? പായിപ്പാടൻ നമ്പർ 2 ഇതാ കടന്നു വരുന്നു. ഓവർ ടു ജോളി എതിരെ. താങ്ക് യു മിസ്റ്റർ DCG ഹരിപ്പാട്. ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ മൂന്നാം പാദ മത്സരത്തിൽ നടുഭാഗവും മേൽപ്പാടവും കടന്നുപോയി. നടുഭാഗം തൊഴിഞ്ഞത് PBC പുന്നമട, NCMDS, NCFC ബോട്ട് ക്ലബ്ബ്, അനു ആൽബർട്ട് പുലിക്കാട്ടിൽ, അന്ന റോസ് ജിൻഡോ ക്യാപ്റ്റൻസിയിൽ, ജോഷി കാവാലൻ ലീഡിംഗ് ക്യാപ്റ്റൻസിയിലും കടന്നുപോയി. നാലാം ട്രാക്കിലൂടെ 20-ാം നമ്പർ വള്ളം മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് അതെ സോണി വർഗീസ് ആൻഡ് ജോഷുവ ചാണ്ടിയുടെ നേതൃത്വത്തിൽ കടന്നുപോയി. ലീഡിംഗ് ക്യാപ്റ്റൻ മനോജ് പദ്ധതിന്റെയും ലീഡൻസിയിൽ കടന്നുപോയി. പായിപ്പാട് ചുണ്ടൻ തുഴഞ്ഞു വരികയാണ്. അവർ ആവേശത്തിന്റെ നെറുകയിലേക്ക് കുതിച്ചു പായുകയാണ്. പായിപ്പാട് ചുണ്ടൻ അതെ പായിപ്പാട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ B ടീമാണ് തുഴഞ്ഞു വരുന്നത്. അതെ എങ്കിലും അവര് ഫിനിഷിംഗിലൂടെ കടന്നു പോകുന്ന സുന്ദരമായ നിമിഷത്തില് ഗോവിന്ദ് വിനോദ് ക്യാപ്റ്റൻസ് ആൻഡ് ദേവനും ക്യാപ്റ്റനായിട്ട്, രാജേഷ് ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ട് പായിപ്പാട്ടാറ്റിൽ വള്ളംകളി വള്ളംകളി പമ്പാനദി തീരക്കിൻ ആർപ്പുവിളി ഇതൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ള വായ്പാട് ഉണ്ടനാണ്. പുന്നമടയുടെ കിടുകിട വിറപ്പിച്ചിട്ടുള്ള വായ്പാടാണ് ഇതാ ഫിനിഷിംഗിലൂടെ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മൂന്നാം ഹീറ്റ്സ് അവസാനിക്കുന്നു.